ഹായ്, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ഞാനൊരു ചെറിയൊരു സംരംഭം ചെയ്യുന്ന ഒരാളാണ്. ചെറുതായിട്ട് തുണികൾ ഈ ചെറിയൊരു സ്റ്റോറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം മീഷോയിൽ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പലർക്കും പണി കിട്ടിയിട്ടുണ്ട്. തെറ്റായ പ്രൊഡക്റ്റ് കിട്ടണ്, അല്ലെങ്കിൽ കൊള്ളത്തില്ലാത്ത മെറ്റീരിയലുള്ള സാധനം കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. സാധനം വാങ്ങിയിട്ട് പണി കിട്ടിയ പലരെയും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ്. നമ്മുടെ മീഷോയിൽ വിറ്റിട്ട് പണി കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ കേട്ടോ. അപ്പം എന്താ പറയുക, എങ്ങനെയാണ് പണി കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ അത്യാവശ്യം ഞാൻ ചെറിയൊരു സംരംഭമാണ് എൻ്റെ. കാണിച്ചുതരാണ്ട, ചെറുതായിട്ട് ഇതിൽ തുടങ്ങിയിട്ടുള്ള സംരംഭമാണ് എൻ്റേത്. എങ്ങനെയാണ് പണി കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ അതും കേരളത്തിൽ നിന്ന് പുറത്ത് പോയിട്ടാണ് പണി കിട്ടിയെന്ന് വെച്ചാൽ അതൊക്കെ ഇച്ചിരി സമ്മതം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കേരളത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക് പണി കിട്ടിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഓർഡർ വന്നു, നമ്മളത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മളത് അയച്ചു കൊടുത്തു. പക്ഷേ കസ്റ്റമർക്ക് കിട്ടിയത് ആ സാധനമല്ല, അത് വേറൊരു സാധനമാണ്. ഈ കൊറിയർ പാർട്ട്ണറിൻ്റെ ഇടയിലാണ് ആ ഒരു ഇത് അവരെടുത്ത് മാറ്റണമെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു കൊടുത്തു, പക്ഷേ പകരം കസ്റ്റമർക്ക് കിട്ടിയത് വേറൊരു സാധനമാണ്. അത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ട് എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാനിത് അറിയണത്. റിട്ടേൺ ചെയ്തിട്ട് ഇതപ്പോൾ 1-2 കൂടെ ആ സൈറ്റിൽ കിടപ്പുണ്ട് റിട്ടേൺ ആയത്. കാരണം എൻ്റെ മെറ്റീരിയലിൽ എൻ്റെ പ്രൊഡക്റ്റിന് ഏകദേശം മീഷോയിൽ 5 സ്റ്റാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ റിട്ടേൺ ആരും അയച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് റിട്ടേൺ അയച്ചത് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വന്ന കാരണമാണ്. അതിപ്പോൾ ആരുടെ കസ്റ്റമർ റോങ് ആണോ, അത് കൊറിയർ പാർട്ട്ണർ റോങ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പ്രൊഡക്റ്റും എനിക്ക് കസ്റ്റമർക്ക് കിട്ടിയ പ്രൊഡക്റ്റും അത് റിട്ടേൺ അയച്ചതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ അവർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ്. ഇതാണ് ഞാൻ അയച്ചു കൊടുത്തതും. ഇതാണ് നിങ്ങൾക്ക് അയച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ സൈഡ് കട്ടൊക്കെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്ലാക്കാണ് കേട്ടോ അത് കാണുമ്പം. ഈ സാധനമാണ് ഞാൻ അയച്ചു കൊടുത്തത്. കസ്റ്റമർക്ക് കിട്ടിയതേ ഈ സാധനമാണ് കസ്റ്റമർക്ക് ചെന്നത്. ഇത് 100 രൂപ പോലും വിലയില്ലാത്ത സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്തൊരു സാധനം! ഈ മെറ്റീരിയൽ, ഈ സാധനം, ഈ ഡ്രസ്സാണ് അവർക്ക് കിട്ടിയത്, കസ്റ്റമർക്ക് കിട്ടിയത്. അവർ റിട്ടേൺ അയച്ചത്. അവരെന്താ പറയാനുള്ളതെന്ന് വെച്ചപ്പോൾ, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിലൊരു ഇരയായി ഞാനും. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക. ഇപ്പോൾ ഇങ്ങനെ കുറച്ചധികം വരുന്നുണ്ട് നമുക്കിങ്ങനെ റോങ്ങായിട്ട് പ്രൊഡക്റ്റുകൾ കസ്റ്റമർക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ട് മറ്റേ റേറ്റിങ്ങിൽ പറയുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് സംഭവം. നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ലതാണ് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അവർ കൊണ്ട് ചെല്ലുന്ന ആൾക്കാർ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മാറ്റണമെന്ന് തോന്നുന്നു. അതോ കസ്റ്റമർ മാറ്റണമെന്നാണോ എന്നറിയില്ല, എനിക്കറിയില്ല. എന്താണ്, ഞാൻ മീഷോയിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്ലൈ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ പലർക്കും കിട്ടിയെന്ന് പൊട്ട തുണിയാണ്, അല്ലെങ്കിൽ കൊള്ളില്ലാത്ത ഡ്രസ്സാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴെ വന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത്. കാരണം നമ്മൾ കൊടുത്തു വരുന്ന സാധനം നല്ലതാണ്, അവർക്ക് കിട്ടണത് ഇങ്ങനത്തെയാണ്. അത് ഈ കൊറിയർ പാർട്ട്ണറാണെന്ന് എൻ്റെ ഒരു സംശയം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് കേരളത്തിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലത്ത് നിന്നാണ് എനിക്കൊരു ഓർഡർ കിട്ടിയത്.
ആ കൊച്ച് പേര് ഇവിടെ പറയാൻ പറ്റില്ല, അഡ്രസ്സ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. ആ കൊച്ച് ഇത് കാണുകയാണെങ്കിൽ തന്നെ എന്നോട് ക്ഷമിക്കണം. ഞാൻ നല്ലതാണ് അയച്ചു തന്നത്. ഇത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആരും മാറ്റിയതാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പം എനിക്കും എൻ്റെ പൈസയും എൻ്റെ പ്രൊഡക്റ്റും എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പം എന്താ ഇനി മീഷോക്കാരെന്താ പറയണമെന്ന് അറിയില്ല. അവർ പറയട്ടെ. അവർ തീരുമാനം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ടത് ഞാൻ ഇടാട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ വിറ്റിട്ട് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ തപ്പി, ഇങ്ങനെ മീഷോയിൽ ആരെങ്കിലും ഇങ്ങനെ വിറ്റിട്ടുള്ള വീഡിയോസ് വല്ലതും ഉണ്ടോയെന്ന് യൂട്യൂബിൽ ഞാൻ കുറേ നോക്കി. പക്ഷെ ആരും ഇതിന് ഇട്ട് കണ്ടല്ലോ. ഹിന്ദിക്കാർ കുറേ ഇട്ട് കണ്ടു, പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ ആരും ഇട്ട് കണ്ടിട്ടില്ല. അതാണ് ഞാൻ ഇടാൻ മെയിൻ കാരണം. അപ്പോൾ അതേപോലെ പണി കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മീഷോയിൽ വിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ പറഞ്ഞു തരാം. എന്നെക്കൊണ്ട് അറിയുന്നത് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാണ്ടിരുന്നപ്പോൾ, അതായത് ഇപ്പം ഞാൻ ചെയ്തിരുന്ന സമയത്ത് ആരും എനിക്ക് പറഞ്ഞു തരാനുണ്ടായില്ല. യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് ഒരു വീഡിയോയും കിട്ടുന്നുണ്ടായില്ല. മിക്കതും ഈ ഹിന്ദിക്കാരുടെ വീഡിയോ കണ്ടുകൊടുന്നത്. അതെനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തട്ടിക്കൂട്ടിയൊക്കെ മനസ്സിലാക്കി ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടി ഇവിടെ എത്തി ഇങ്ങനൊരു പണിയും കിട്ടി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ശരി, ബൈ.